നിങ്ങളൊരു മനുഷ്യനോ അതോ മൃഗമോ? മനുഷ്യ മൃഗമെന്ന് വിളിച്ചോളൂ. മറ്റുള്ളവർ ചെയ്ത കുറ്റം സ്വയം ഏൽക്കുക. എന്തിനത് ചെയ്യണം വിശാൽ? രണ്ടാളും കൂടി ആരെയെ കൊന്നിട്ട് വന്നിരിക്കുക. ദേ കാര്യം അപകട. ഇവളെ ഇവിടെ നിർത്തിയാൽ നമ്മളും കൊടുങ്ങും. വിശാലിനെ രക്ഷിക്കണം മണിയണ്ണ, പ്ലീസ്. എടി എഴുന്നേറ്റ് വന്നേ. നിന്നെ ഡാനിയൽ സാർ വിളിക്കുന്നു. വാടി. റെഡി സർ. നിങ്ങൾ പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. ശരി സർ. വാ. നീ മോഹിക്കുന്ന ഏറ്റവും സുന്ദരമായ ഗിഫ്റ്റ് അതാണീ നിൽക്കുന്നത്. മുന്നോട്ട് നീങ്ങിൽക്കടി. ശരീരമാകെ മുറിവും ചതവുമാണ്. പുറമേക്ക് കാണുന്നതിലും സീരിയസ് ആണ് അകത്തെ ക്ഷതങ്ങൾ. നിങ്ങളൊരു മനുഷ്യനോ അതോ മൃഗമോ? മനുഷ്യ മൃഗമെന്ന് വിളിച്ചോളൂ, ഞാൻ എതിർക്കില്ല. ഞങ്ങൾ ഇങ്ങനെ നോവിച്ചിട്ട് നിങ്ങൾ എന്താ നേടുന്നത്? ഐ എം നോട്ട് ഷുവർ. എന്തൊക്കെയോ നേടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മാതിരി ടോർച്ചറിങ്ങിന് ആരെങ്കിലും തയ്യാറാവുമോ? ചിലർ ഈ ടെൻഡൻസിക്ക് സാഡിസം എന്ന് പറയും. എന്ത് പേരിട്ട് വിളിച്ചാലും ഒന്ന് ഞാൻ പറയാം. പ്രതിയോഗിയുടെ നഖത്തിനുള്ളിൽ ഒരു മുട്ടുസൂചി തുളച്ച് കയറുമ്പോ അവന്റെ എല്ലിൽ നിന്നും മാംസം വേർപെടുമ്പോ അവന്റെ ഹൃദയത്തിനു മേൽ എന്റെ കൈമുട്ട് ഇങ്ങനെ ആഞ്ഞു വീഴുമ്പോ സ്വർഗീയ സുഖം ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കും, എണ്ണ അനുഭവിക്കും. ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. അപ്പോ യമുന ഒരു കാര്യം അറിഞ്ഞില്ലേ? ഞാനും ദൈവവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നെ ചതിച്ചവരെ ഞാൻ ശിക്ഷിക്കുമ്പോ അദ്ദേഹം ഇടപെടില്ല എന്ന്. ചതിയോ? എന്ത് ചതി? ആര് ചതിച്ചു? ചതിച്ചത് ഞങ്ങളല്ല, നിങ്ങൾ തന്നെ. ആണോടാ? കഥ അങ്ങനെയാണ്. തെരുവിൽ നിന്ന് എന്നെ രക്ഷിച്ചൊന്ന് വീമ്പിളക്കുന്നുണ്ടല്ലോ. രക്ഷിച്ചത് എന്തിനായിരുന്നു? ഇറച്ചിക്കോഴിയെ പോലെ എന്നെ വളർത്തി സൂക്ഷിച്ചത് എന്തിനായിരുന്നു? നല്ല വിലയ്ക്ക് കുറേശ്ശെ കമ്പോളത്തിൽ വിൽക്കാൻ, നിങ്ങളുടെ ബിസിനസ് കോൺട്രാക്റ്റുകളിൽ ലാഭത്തിന്റെ കടലാസുകളിൽ എന്റെ ശരീരത്തിന്റെ പേരിൽ ഒപ്പുചാർത്തി കിട്ടാൻ അല്ലേ? അതിനായിരുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണൊന്നും അല്ലല്ലോ ഞാൻ. എത്ര പെൺകുട്ടികളുടെ കണ്ണീര് വീണിട്ടുണ്ട് ആ മണിമാളികയിൽ. എണ്ണം നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല അല്ലേ? ചതിച്ചത് നിങ്ങളാണ്. ആദ്യമായി ഒരു ജോലി തന്ന മനുഷ്യനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നിട്ടായിരുന്നു ചതിയുടെ തുടക്കം. പിന്നെ സ്നേഹം അഭിനയിച്ച് അദ്ദേഹത്തിന്റെ മകളെ ഭാര്യയാക്കി, അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ കൈക്കലാക്കി. നേട്ടങ്ങൾ പൂർണ്ണമായപ്പോ അവരെയും കൊന്നു. അങ്ങനെ എത്ര പേരെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ചതി നിങ്ങളാണ്. വണ്ടർഫുൾ സ്പീച്ച്. ഇത്ര അടുക്കോടെയും ചിട്ടയോടെയും കൃത്യതയോടെയും എന്റെ ബയോഗ്രഫി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ പറഞ്ഞത് അത്രയും സത്യമാണ്. ഇതാണ് ഞാൻ. നോ, ഇതിനുമേറെയാണ് ഞാൻ.
യഥാർത്ഥ ഡാനിയലിന്റെ ജീവചരിത്രം കേട്ടാൽ കാമുകനും കാമുകയും ഞെട്ടിവിറയ്ക്കും, രക്തം മരവിച്ചു പോകും. അതുകൊണ്ട് ഞാനതൊന്നും വിസ്തരിക്കുന്നില്ല. ചതിയനെന്ന് പേരിട്ടില്ലേ, വാസ്തവമാണ്. ചതിയിലൂടെ മാത്രമാണ് ഡാനിയൽ ഡിസൂസ ഇന്നത്തെ ഈ ചക്രവർത്തിയായത്. അതുകൊണ്ട് തന്നെ ചതിക്കപ്പെടാൻ ഡാനിയലിന് മനസ്സില്ല മോളെ. നീ പറഞ്ഞത് സത്യമാണ്. ഒരുപാട് പെണ്ണുങ്ങളുടെ കരച്ചിൽ ആ മാളികയുടെ ചുവരുകൾക്കുള്ളിലുണ്ട്. ഇവിടെ മാത്രമല്ല, നിരവധി ഹോട്ടൽ മുറികളിൽ, ഗസ്റ്റ് ഹൗസുകളിൽ, ചീപ്പ് റേറ്റിലുള്ള ലോഡ്ജുകളിൽ, എല്ലായിടത്തും ഉണ്ട്. ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, പുറത്തും. അതൊക്കെയായിരുന്നു ഡാനിയൽ ഡിസൂസയുടെ വളർച്ചയുടെ പടവുകൾ. ആ കണ്ണീരിൽ ചവിട്ടി തന്നെയാണ് ഡാനിയൽ മേലേക്ക് കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഡാനിയലിന് തോൽവി സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്നെ ചെറുതായി ഒന്ന് തോൽപ്പിച്ചു. ബട്ട് God is with me. ദൈവം കരാർ തെറ്റിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്റെ തീരുമാനങ്ങൾക്ക് തടസ്സമായി ദൈവം കടന്നു വരില്ല. ഇതിനുള്ളിൽ എത്ര തിരകളുണ്ടെന്നറിയാമോ? 3. എന്നെ സ്നേഹിക്കുന്നതായി നടിച്ച് എന്നിൽ നിന്ന് വളവും വെള്ളവും വലിച്ചെടുത്ത് മലയാളത്തിലെ താരറാണിയായവൾ വളർന്നു കഴിഞ്ഞപ്പോ നിനക്ക് കൂടുവിട്ട് പറക്കണം. ഞാൻ ഈ കാഞ്ചി ഒന്ന് വലിച്ചാൽ നിന്റെ സുന്ദര സ്വപ്നങ്ങൾ ഒന്നോടെ തകർന്ന് തരിപ്പണമാകും. താരസിംഹാസനം, ഇഷ്ടകാമുകനോടൊത്തുള്ള ദാമ്പത്യം, എല്ലാം. പേടിയുണ്ടല്ലേ? പേടിക്കണ്ട, ഇത് നിനക്ക് വേണ്ടിയുള്ളതല്ല. പൂക്കളെ ഞാൻ ഉടനെ അങ്ങ് നശിപ്പിക്കാറില്ല. ഇതാണ് ആദർശ കാമുകൻ. മർദ്ദനമേൽക്കാൻ ഇവന്റെ ശരീരത്തിന് 1 ഇഞ്ച് പോലും ബാക്കിയില്ല. എന്നിട്ടും നീ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഇവൻ പറഞ്ഞില്ല. എ ലിവിങ് സിംബൽ ഓഫ് റിയൽ ലവ്. പക്ഷേ ഇവൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവല്ല, മുള്ളാണ്. മുള്ളുകൾ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കും, നോവിക്കും. ആഴത്തിൽ തറഞ്ഞു കയറിയാൽ പിന്നെ സർജറി വേണ്ടിവരും. വരില്ലേ വിശാൽ? അതുകൊണ്ട് എന്താ ഇത്? ഇങ്ങനെ നിലവിളിച്ചാലോ മോളെ? ഞാൻ അവനെ കൊന്നിട്ടില്ല. ലുക്ക്, ഹി ഈസ് അലൈവ്. നിനക്ക് ഭയമുണ്ടോ വിശാൽ? ഇല്ല, ഞാനൊരു ഭ്രാന്തന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അറിയാം. ഓ, അത്രയ്ക്ക് ധീരനാണോ നീ? വിശാലിനെ കൊല്ലരുത്, എന്നെ കൊന്നോളൂ, എന്നെ കൊന്നോളൂ. ത്യാഗം. എനിക്ക് ത്യാഗികളെ ഇഷ്ടമല്ല. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇനി ഡാനിയൽ ഈ മുള്ളെടുക്കാൻ പോകുന്നു. ഓക്കേ വിശാൽ, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാം, സ്വർഗത്തിൽ ഒരു നല്ല കസേരയ്ക്ക് വേണ്ടി. പിന്നെ ഞാൻ മരിച്ചു വരുമ്പോ നമ്മുടെ ആ ജോയിന്റ് വെഞ്ചർ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? പത്രം. ഓക്കേ, സോ ബി റെഡി ടു സേ goodbye to all.
യമുനയല്ല ഡാനിയലിനെ കൊന്നത്, ഞാനാ. അതെ, ഞാനാ. വിശാൽ, എന്തായി പറയണേ? ഞാനാ കൊന്നത്. വിശാൽ, അതെ, ഞാനാ കൊന്നേ.
ഇൻക്വസ്റ്റ് തയ്യാറാക്കും. സാർ വാ. ആ ടേപ്പ് എടുക്കും. എങ്ങനെയായിരുന്നു സംഭവം? ഞങ്ങളൊന്നും അറിഞ്ഞില്ല സാർ. ഡാനിയൽ സാർ തന്നെ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. രാത്രി വളരെ വൈകിട്ടും സാറിനെ കാണാത്തോണ്ട് ഞങ്ങളിവിടെ തിരിച്ചു വന്നു. അപ്പൊ സാർ ഈ നിലയില. അത് ശരി. ഞങ്ങൾക്ക് ഉറപ്പാണ് സാർ അവനാ ഇത് ചെയ്തത്. ആരായി അവൻ? വിശാൽ. ഓ, ആ പത്രക്കാരൻ. അവന്റെ കൂടെയല്ലേ ഇവനെ ഒളിച്ചോടിയത്? അതെ സാർ, അവർ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. യമുന എപ്പോഴാ ഡാനിയലിനെ തിരിച്ചു കിട്ടിയത്? ഇന്നലെ. എവിടുന്ന്? തിരുനെൽവേലിയിൽ നിന്ന്. അപ്പോ വിശാലുണ്ടായിരുന്നു കൂടെ? ഇല്ല സാർ, ഒരാഴ്ച മുമ്പേ അവനെ തിരുനെൽവേലിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. എന്നിട്ടെന്താ പോലീസ് അറിയിക്കാത്തത്? ഡാനിയൽ സാർ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. സാർ, ആംബുലൻസിന് പറയട്ടെ? ആ. വിശാൽ. പറയുന്നു ഒന്ന് മനസ്സിലാക്കണ്ടേ മുനെ? ഇല്ല, മനസ്സിലാക്കില്ല. കാരണം വിശാല് പറയുന്നത് നീതിയോ ന്യായമോ അല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാവുന്നതിന് ഒരു പരിധിയുണ്ട് വിശാൽ. ദിസ് ഈസ് ബിയോണ്ട് ദാറ്റ്. ബലിയാടോ? ആരാ ഇവിടെ ബലിയാടാവുന്നത്? അറിയില്ലേ? ആരാണെന്ന് അറിയില്ലേ? മറ്റുള്ളവർ ചെയ്ത കുറ്റം സ്വയം ഏൽക്കുക. എന്തിനത് ചെയ്യണം വിശാൽ? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ യമുനെ ശിക്ഷിക്കുന്നോ? രക്ഷിക്കാന്നറിയാം, പക്ഷെ ഇത് രക്ഷിക്കലല്ല, ശിക്ഷിക്കല. എത്ര നാളായി എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഈ ശരീരം മുഴുവൻ എനിക്ക് വേണ്ടി ആ സത്വങ്ങൾക്ക് ചവിട്ടി മെതിക്കാൻ വിട്ടുകൊടുത്തില്ലേ? എത്ര ദിവസങ്ങൾ. ഏയ്, അവരത്രയൊന്നും ചെയ്തില്ല. അത്രയ്ക്കൊന്നും ചെയ്തില്ല. ഇതാ പറഞ്ഞത് വിശാൽ എന്നെ ശിക്ഷിക്കുകയാണെന്ന്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ എവിടെയുണ്ടെന്നൊരു സൂചന കൊടുത്തിരുന്നെങ്കിൽ അയാൾ വിശാലിനെ വെറുതെ വിടുമായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയ് വിശാൽ, എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. അവർ കൊന്നിരുന്നെങ്കിലോ? കൊന്നിരുന്നെങ്കിൽ മരിച്ചേനെ. That's all. വിശാൽ, എന്തിനാ ഇനി അതൊക്കെ പറയുന്നത്? അവരെന്നെ കൊന്നില്ല, പകരം മരിക്കേണ്ടവൻ മരിക്കുകയും ചെയ്തു. മരിച്ചതല്ല, കൊന്നതാ ഞാൻ. മണ്ടത്തരം പറയാതിരിക്കും. തലയിൽ വെടിയേറ്റാണ് അയാൾ മരിച്ചത്. ഞാനാ വെടിവെച്ചത്. ഇതിലിനി കൂടുതൽ ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഇല്ല. പോലീസിന് വേണ്ടത് കുറ്റവാളിയെ, കൊലയാളിയെ. ഹീസ് ഹിയർ, റെഡി ടു സറണ്ടർ. ആത്മരക്ഷയ്ക്കായി എനിക്കത് ചെയ്യേണ്ടി വന്നു. നാളെ പോലീസിന് മുമ്പിലും പിന്നെ കോടതിയിലുമൊക്കെ അതായിരിക്കും ഞാൻ പറയാ. തന്നോട് ചോദിച്ചാൽ തന്റെ ഉത്തരവ് അത് തന്നെ. സത്യവും അതാണല്ലോ. സത്യം അതല്ല, തലയ്ക്കടിയേറ്റായാലും മരിച്ചത്. യെസ്, പിന്നിൽ നിന്നും ഒരു മരക്കഷ്ണം കൊണ്ട് ഞാൻ അയാളുടെ തലക്കടിച്ചു. പിന്നെ മരണം ഉറപ്പാക്കാനായി വെടിവെച്ചു. നുണയാ, സർവ്വം നുണയാ. വിശാല തോക്കിങ് തരൂ, ഇങ്ങ് തരാൻ. തന്നിട്ട് എനിക്കതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം, സത്യം പറയണം. എന്നിട്ട് ശിക്ഷ ജയിൽവാസം അല്ലേ? നല്ല തീരുമാനം. മുമ്പൊരിക്കൽ ഞാൻ കാരണം തന്നെ അനിയൻ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇക്കുറി ചേച്ചി. വിശാൽ, പക്ഷേ ഇതിന് കാരണം വിശാലല്ല. ആ തോക്ക് തരൂ. ഇല്ല. വിശാൽ, തരാണ് പറഞ്ഞത്. യമുന പ്ലീസ്, പറയുന്ന കേക്ക്. വേണ്ട, തരണ്ട, ഞാൻ പൊക്കോളാം. യമുന, ഇങ്ങോട്ട് വരെ. വിശാൽ, വിടാൻ. എനിക്ക് പോണം, എനിക്ക് സത്യം പറയണം. വിടാൻ. വേണ്ട, ഓടുന്നു പറഞ്ഞില്ലേ? പോവും, ഞാൻ പോവും. യമുന, ഇങ്ങോട്ട് വരെ. വിശാൽ. മിണ്ടി പോരുത്. വിശാൽ, പോലെ. വിശാൽ, പോലെ. അകത്ത് പോ. വിശാൽ, അകത്ത് പോ. മണിയണ്ണ, ഇവളെ തുറന്നു വിടരുത്. എത്ര കെഞ്ചിയാലും കരഞ്ഞാലും തുറന്നു വിടരുത്. പ്രശ്നവും. വിശാൽ, എന്താ കാര്യം? എന്താ പറ്റിയത്? ഒക്കെ വന്നിട്ട് പറയണ്ട. പോയിട്ട് കാര്യമുണ്ട്. ഈ വാതിൽ തുറക്കരുത്.
വിശാലേ, ദേ ഇതിവിടെ നടപ്പില്ല. അവർ തമ്മിൽ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? രണ്ടാളും കൂടി ആരെയോ കൊന്നിട്ട് വന്നിരിക്കുക. ദേ കാര്യം അപകട. ഇവളെ ഇവിടെ നിർത്തിയാൽ നമ്മളും കൊടുങ്ങും. വേഗം ഇറക്കി വിട്. അവൻ വരട്ടെ, എന്നിട്ടാവാം. നിങ്ങൾ എന്ത് മനുഷ്യനാ? അവൻ ഇനി വരുന്ന ലക്ഷണമില്ല. ഇവളെ നമ്മുടെ തലയിലിട്ടിട്ട് അവൻ തടി ഊരിയതാ. നിങ്ങൾ അവളെ ഇറക്കി വിടുന്നുണ്ടോ? ഒന്ന് മിണ്ടാതിരിക്കണ്ട ശാന്തി. എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. എന്നെ ഡയറക്റ്റ് ചെയ്യാൻ വരണ്ട, മനസ്സിലായോ? ഇതും തരില്ലെന്ന് വെച്ചാ നോക്കിക്കോ. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അനുഭവം വരുമ്പോ പഠിച്ചോളൂ. സർ, സർ, ശരി സർ. ആ, സിറ്റി മുഴുവൻ സെർച്ച് നടത്തിയാണ് സർ. സിറ്റി വിട്ടു പോകാൻ ഇടയില്ല സർ. 24 മണിക്കൂറിനുള്ളിൽ പിടികൂടാനാവുമെന്നാണ് എൻ്റെ വിശ്വാസം സർ. ഓക്കെ സർ, താങ്ക് യു. എനിക്ക് വേണ്ടി ഇനി സമയം കളയണ്ട സാർ. ഞാനാണ് ഡാനിയലിനെ കൊന്നത്. ദാ. ഇതാണ് ആയുധം. ഒറ്റ ബുള്ളറ്റിൽ കഥ കഴിഞ്ഞു. വെടിവെച്ചത് ആത്മരക്ഷയ്ക്കും സിനിമാ നടി യമുനയുടെ രക്ഷയ്ക്കും വേണ്ടി. ടേക്ക് ഹിം. ഹലോ സർ, കൊലയാളി നേരിട്ട് വന്ന് സറണ്ടർ ചെയ്തു സർ. സർ, ആ ഓക്കെ സർ. തെക്കൻ കാശ്മീരിലുണ്ടായ ശക്തമായ മഞ്ഞുവീഴ്ചയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 125-ലേറെ പേർ മരണമടഞ്ഞു. പ്രശസ്ത സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ ഡാനിയൽ ഡിസൂസ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഫിലിം ടൈംസ് എന്ന സിനിമാ മാഗസിന്റെ റിപ്പോർട്ടറായ വിശാലിനെ ഡാനിയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണാനില്ലായിരുന്ന സിനിമാ നടി യമുന തിരിച്ചു വന്ന സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടന്നത്. യമുനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഈ കൃത്യം ചെയ്തതെന്ന് വിശാൽ പോലീസിനോട് പറഞ്ഞു. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു. ഉപഭോക്താക്കളുടെ ക്രയശേഷിയുടെ കാര്യത്തിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. രൂപയുടെ ഡോളറുമായുള്ള യമുനെ, വാർത്ത കേട്ടില്ലേ? വിശാൽ ഒന്നും ചെയ്തിട്ടില്ല മണിയണ്ണ. വിശാലൻ നിരപരാധിയാ. ഞാൻ അയാളെ കൊന്നത്. വിശാലിനെ അയാളെ കൊല്ലാൻ ശ്രമിച്ചപ്പോ മറ്റൊരു നിവൃത്തിയില്ലാതെ പോലീസിനെ കീഴടങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ വിശാൽ സമ്മതിച്ചില്ല. നിങ്ങൾ ആരും തുറന്നു വിട്ടില്ല. ഇപ്പോ എനിക്ക് വേണ്ടി വിശാല് വിശാലിനെ രക്ഷിക്കണം മണിയണ്ണ, പ്ലീസ്. കരയാതെ. അവൻ സറണ്ടറായ സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരിട്ട് ചെന്ന് പറഞ്ഞ എന്റെ വാക്ക് വിശ്വസിക്കില്ല പോലീസ്. ഇക്കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ് യമുനെ? എന്താണ് പറയേണ്ടതെന്ന് തൽക്കാലം ഒരു രൂപം കിട്ടുന്നില്ല. ആകെ കൺഫ്യൂഷനിലാണ് ഞാൻ. എന്തായാലും ആലോചിക്കാം. കരയാതിരിക്കുക. എന്താ അവള് പറഞ്ഞത്? അവൾ എന്താ നിങ്ങളോട് പറഞ്ഞെന്ന്? പതുക്കെ. ഒന്നും പറഞ്ഞില്ല, കരയായിരുന്നു. ഓഹോ, എന്നിട്ട് വർത്താനം പറയുന്നത് ഞാൻ കേട്ടല്ലോ. നിങ്ങൾ എന്നോട് കള്ളവും പറഞ്ഞു തുടങ്ങിയല്ലേ? നീ ഒന്ന് വായടയ്ക്കുന്നുണ്ടോ ശാന്തി? ഞാൻ വായടയ്ക്കാം. അവസാനം പോലീസുകാർ വരുമ്പോഴും പറയരുത് വായടയ്ക്കാൻ. നടന്നത് മുഴുവൻ വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അവരോട് വിളിച്ചു പറയും. നീ പറയൂ, എങ്കിൽ എനിക്കും ഒരു കൊലപാതകം ചെയ്യേണ്ടി വരും. എന്റെ ഭഗവതി, ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോന്നെ?